നെക്സ്റ്റ് ടോപ്പിക്ക് മൈനർ ഓഫ് എ ഡിറ്റർമിനൻ്റ് ആണ്. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ മൈനേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൈനർ എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് MIJ എന്നാണ്. ഇപ്പോൾ എനിക്ക് AIJ എന്ന് പറയുന്ന, ജനറൽ ആയിട്ട് പറഞ്ഞാൽ AIJ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ith റോയും jth കോളവും ഡിലീറ്റ് ചെയ്ത് കളയുക. നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ ചെയ്തതുപോലെ ഏത് എലമെൻറ്റിൻ്റെ ആണോ മൈനർ കണ്ടുപിടിക്കേണ്ടത് അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്കൊരു ഡിറ്റർമിനൻ്റ് കിട്ടും. ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആണ് ആ പറയുന്ന പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഒരു 3x3 മെട്രിക്സ് എടുക്കുകയാണ്. 1 0 4 3 5 -1 0 1 2. ഇതിൻ്റെ മൈനേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് A11 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനറാണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കളയുക. എനിക്ക് M11 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ബാക്കി എന്ത് വരും? ഒരു ഡിറ്റർമിനൻ്റ് ആയ 5 -1 1 2 എന്ന് വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കിട്ടുമ്പോൾ M11 എനിക്ക് കിട്ടും. 5 × 2 10 - 1 × -1 11 എന്ന് കിട്ടും. അതായത് 1 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ മൈനർ ഏതാണ്? 11 ആണ്. ഇനി അടുത്തത് വേണമെങ്കിൽ M12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ് 0 ആണ്. അപ്പോൾ അതിൻ്റെ മൈനർ കാണാൻ അത് ഉൾപ്പെടുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? അടുത്ത ഒരു ഡിറ്റർമിനൻ്റ് ആയ 3 - 1 0 2 കിട്ടും. അത് ചെയ്യുമ്പോൾ 3 × 2 6 -0 × -1 0 തന്നെ ആൻസർ 6 എന്ന് വരും. ഇനി ഒരു റാൻഡംലി ഞാൻ വേറൊരെണ്ണം ചൂസ് ചെയ്യുകയാണ്. M22 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അതടങ്ങുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളയുക. ബാക്കി 1 4 0 2 1 4 0 2 1 × 2 2 -4 × 0 0 ആൻസർ 2 എന്ന് കിട്ടും. അതായത് M22ൻ്റെ മൈനർ എന്താണ്? 2 ആണ്. അങ്ങനെ നമുക്കിതിലെ ഓരോ എലമെൻറ്റിൻ്റെയും മൈനേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ MIJ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും: 11 6 3 -4 2 1 -20 -13 5. ഇങ്ങനെയായിരിക്കും നമുക്ക് ഈ മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ മൈനേഴ്സ് കിട്ടുന്നത്. ഏത് എലമെൻറ്റിൻ്റെ ആണോ മൈനർ കണ്ടുപിടിക്കേണ്ടത് അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു ഡിറ്റർമിനൻറ്റ് കിട്ടും. അതൊരു 2/2 ഡിറ്റർമിനൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ആണ് ആ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു 2/2 മെട്രിക്സിൻ്റെ മൈനർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഒരു 2/2 മെട്രിക്സിൻ്റെ ഇതൊരു ABCD ഇതൊരു 2/2 മെട്രിക്സ് ആണ്. ഇതിൻ്റെ മൈനർ കാണണം. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനറാണ് ഞാൻ കാണുന്നത് M11. അത് ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ D എന്ന് കിട്ടും. അടുത്തത് M12 ആണ്. അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ C എന്ന വാല്യൂ കിട്ടും. അടുത്ത എലമെൻറ്റ് M21 ആണ്. C ആണ്. അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ D എന്ന് കിട്ടും. അടുത്ത എലമെൻറ്റ് M22 ആണ്. അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ എനിക്ക് A എന്ന് കിട്ടും. അപ്പോൾ MIJ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും?
DCBA. DCBA. അതായത് ഈ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ 2x2 മെട്രിക്സിന്റെ മൈനർ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് കോഫാക്ടർ ആണ്. കോഫാക്ടർ നെക്സ്റ്റ് ടോപ്പിക്ക് കോഫാക്ടർ ആണ്. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ മെട്രിക്സിന് ഡിറ്റർമിനന്റിന് വാല്യൂസ് സൈൻസ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ മൈനർ കിട്ടിക്കഴിഞ്ഞാൽ കോഫാക്ടർ കാണാൻ എളുപ്പമാണ്. അതായത് നമുക്ക് കിട്ടിയ മൈനറിനെ ഈ കറസ്പോണ്ടിങ് വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോഫാക്ടർ കിട്ടും. ഇതാണ് എൻ്റെ മെട്രിക്സ്. ഞാൻ മൈനർ കണ്ടുപിടിച്ചു. ഈ മൈനറിനെ ഞാൻ ഈ പറയുന്ന കറസ്പോണ്ടിങ് സൈൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഈ പറയുന്ന മെട്രിക്സിന്റെ കോഫാക്ടേഴ്സ് കിട്ടും. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോഫാക്ടർ കാണാൻ പറഞ്ഞാൽ ആദ്യം മൈനർ കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ കറസ്പോണ്ടിങ് സൈൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അപ്പൊ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത് AIJ എന്ന് പറയുന്ന വാല്യൂ കൊണ്ടാണ്. 11 ഇൻറ്റു പ്ലസ് 11 തന്നെ, 6 ഇൻറ്റു മൈനസ് ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ചിഹ്നം മാറും, -6 ആകും. 3 ഇൻറ്റു പ്ലസ് ആണ്, അപ്പൊ 3 തന്നെ. -4 ഇൻറ്റു മൈനസ് എന്തായി പോകും? +4 ആയിട്ട് കിട്ടും. 2 ഇൻറ്റു പോസിറ്റീവ് 2 തന്നെ. 1 ഇൻറ്റു മൈനസ് -1. -20 ഇൻറ്റു പ്ലസ് ആണ്, ചിഹ്നത്തിന് ഒരു മാറ്റവും വരത്തില്ല. മൈനസും പ്ലസും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് തന്നെയായിരിക്കും വരുന്നത്. -13 ഇൻറ്റു മൈനസ് +13. 5 ഇൻറ്റു പോസിറ്റീവ് 5. ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് ഇങ്ങനെ ലഭിക്കും.